പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അല്പനിമിഷത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വേദഭാഗം വായിക്കാം. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 20-ാമത്തെ അധ്യായത്തിലോട്ട് കടന്നു വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 20-19 മുതൽ ഉള്ള വേദഭാഗങ്ങൾ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. സോ നമുക്കറിയാം, അതിനുശേഷം കർത്താവ് പരിശുദ്ധാത്മാവിനെ അവരുടെ മേലൂതി, പരിശുദ്ധാത്മാവിനെ അവരുടെ മേലാക്കി. ഹല്ലേലൂയ, സ്തോത്രം. ആ നിമിഷം വരെ ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരായിരുന്നെങ്കിലും യേശുവിനെ കണ്ട ശേഷം ഹല്ലേലൂയ, സ്തോത്രം, അവരുടെ ലൈഫ് മൊത്തത്തിൽ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശക്തമായിട്ട് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ, സ്തോത്രം, എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നുവെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ തന്നെ ശിഷ്യന്മാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് ദൈവത്താൽ അയക്കപ്പെടുവാനിടയായിത്തീർന്നു. ഒട്ടും ഭയമില്ലാതെ, ഹല്ലേലൂയ, വളരെ ഉത്സാഹത്തോടെ ആത്മാവിൽ എരിവുള്ളവരായിട്ട് കർത്താവിന്റെ വചനവുമായിട്ട് സുവിശേഷവുമായിട്ട് ലോകം മുഴുവൻ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഓടി നടക്കുവാൻ അവരെ ആയുസ് തീരുന്നോളം പറയുവാണെങ്കിൽ അങ്ങനെ ഒരു ക്രിസ്തീയ സഭയുടെ ഉത്ഭവക നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെന്നാ ക്രിസ്തീയ സഭയുടെ ഒരു ക്രിസ്ത്യൻ ചേർച്ചിന്റെ ഉത്ഭവം ആരംഭിക്കുന്നത് തന്നെ. സ്തോത്രം, ഹാലലുയ. ഇപ്രകാരം ഹാലലുയ കർത്താവ് അവരോട് പറഞ്ഞതുപോലെ അതുവരേക്കും നോക്കിക്കേ, അവർ ചില മിനിറ്റുകൾ ബാക്കി പിന്നിലോട്ട് പോകുമ്പോൾ, സ്തോത്രം, അവർ ഭയപ്പെട്ട് ആശയക്കുഴപ്പത്തിലായി ലോകത്തെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ പരസ്യമായിട്ട് പലരുടെ മുമ്പിൽ പോകാൻ പോലും ഭയപ്പെട്ട് ഒളിച്ചിരുന്ന ശിഷ്യന്മാരായിരുന്നു. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിനെ കണ്ടപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അവരുടെ ജഡത്തിൽ ഉയർന്നു വരുന്ന ആ ഭയത്തെ അവർ ജയിക്കാന്നൊക്കെ ഇടയായി തീർന്നു. സ്തോത്രം, ജഡത്തെ മാത്രമല്ല, സ്തോത്രം, പാപത്തിന്റെയും മരണത്തിന്റെയും മേൽ അവർ ജയിക്കാന്നൊക്കെ ഇടയായി തീർന്നു. സ്തോത്രം, ആ ജയത്തെ ഘോഷിക്കുവാൻ ഹല്ലേലൂയ, സ്തോത്രം, കഴിഞ്ഞ നാളുകളിൽ കർത്താവ് അവരെ പഠിപ്പിച്ചതെല്ലാം ഹല്ലേലൂയ അത് പ്രാക്ടീസ് ചെയ്യുന്ന നിലവാരത്തിലോട്ട് ദൈവം അവരോട് വാഗ്ദത്തം ചെയ്ത സകല സത്യങ്ങളെയും തങ്ങളുടെ ജീവിതത്തിൽ പിന്നീടുള്ള ഓരോ ദിവസങ്ങൾ അനുഭവിക്കുന്ന നിലവാരത്തിലോട്ട് അവരുടെ ലൈഫ് മാറുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കാര്യം അവർക്ക് മനസ്സിലായി, ഇനി ഞങ്ങൾ ഒന്നിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. സ്തോത്രം, കാര്യം ഞങ്ങളുടെ കൂടെ സർവശക്തനാകുന്ന ദൈവം, കർത്താവായ ദൈവം, ജീവനുള്ള ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ദൈവമക്കളെ. ഹാലലുയ, നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടാകുന്നെങ്കിൽ അത് നമ്മൾ അടങ്ങിയിരിക്കുമോ? സ്തോത്രം. പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ശിഷ്യന്മാർക്ക് കർത്താവിനെ കാണാൻ കഴിഞ്ഞു, പക്ഷെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഹാലയില് കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർന്ന കർത്താവ് പറയാനിടയത്. കാര്യം ഹാലലിയോ ആ കൂട്ടത്തില് ശിഷ്യന്മാരുടെ 12 കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാള്, അതായത് തോമസ് എന്ന് പറയുന്ന വ്യക്തി, അവൻ വാശി പിടിച്ചു, ഞാൻ കർത്താവിനെ കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ, ഹാലലിയോ കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ, ഞാൻ അവനെ തൊട്ടാലേ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ കർത്താവ് അവന്റെ ആഗ്രഹത്തെ മാനിച്ച് വീണ്ടും ചില ദിവസങ്ങൾക്ക് ശേഷം, ഏകദേശം 7-8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവർ കൂടിയിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവന്റെ ആഗ്രഹത്തെ അതുപോലെ സാധിപ്പിച്ചു കൊടുത്തു. സ്തോത്രം, നിന്റെ കൈ നീട്ടി എന്റെ കൈ തൊടുക, എന്റെ വിലാപ്പുറത്ത് തൊടുക എന്ന് പറഞ്ഞ, സ്തോത്രം, കർത്താവ് അവനെ വിശ്വസിപ്പിക്കാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. സ്തോത്രം, നോക്കിക്കേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ടപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അവർ വലിയൊരു എന്താ പറയാ, ഒരു സായുധരായ സൈന്യം പോലെ ആ വിശ്വാസികൾ അല്ലെങ്കിൽ ആ ശിഷ്യഗണങ്ങൾ ലോകത്തെ മാറ്റിമറിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം, അവരുടെ ലൈഫ് മുഴുവൻ കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമുക്കറിയാം, പത്രോസ് അപ്പോസ്തലനെ കുറിച്ച് പഠിക്കുമ്പോൾ പല ഇടങ്ങളിൽ, അതായത് പൊന്തോസ്, ഗലേഷ്യ, ബിദുന്യ, കപ്പദോക്യ, അങ്ങനെ ഏഷ്യ മൈനറിലെ പല ഇടങ്ങളിലോട്ടും സുവിശേഷം കൊണ്ടുപോകാൻ ഇടയായി തീർന്നു.
ഹല്ലേലൂയ. തന്റെ മരണത്തെ കുറിച്ച് പറയുന്നത് യേശുവിനെ പോലെ ക്രൂശിക്കപ്പെടാൻ താൻ യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ കൊല്ലാൻ വന്ന രാജന്മാരോട് പറഞ്ഞു, അതുകൊണ്ട് കർത്താവിനെ ക്രൂശിച്ച പോലെയല്ല, എനിക്ക് അതിനുള്ള യോഗ്യതയില്ല, എന്റെ തല കീഴായിട്ട് ക്രൂശിക്കണമെന്ന് പറയാൻ ഇടയായി തീർന്നു. പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ ആൻഡ്രോസ് എന്ന് പറയുന്ന ശിഷ്യനാണേലും ഇപ്പോഴുള്ള നമ്മുടെ റഷ്യ, തുർക്കി, ഗ്രീസ് എന്നിടങ്ങളിലെല്ലാം സുവിശേഷം പ്രചരിപ്പാൻ തക്കണം ഇവിടെ അദ്ദേഹത്തെയും അങ്ങനെ ക്രൂശിച്ചാണ് കൊല ചെയ്യാൻ ഇടയായത്. യോഹന്നാന്റെ 20 പിന്നെ പറയുന്ന എന്താ പറയാ, തോമസിന്റെ കാര്യം പറയുമ്പോൾ, ഹാലേലൂയ, തോമസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഓരോ സംശയങ്ങളെയും കർത്താവ് അവിടെ തെളിയിക്കാൻ തക്കണം ഇടയായി തീർത്തു. സ്തോത്രം, ഹാലേലൂയ, ഹാലേലൂയ. ആ തോമസിന്റെ മരണത്തെ കുറിച്ച് പറയുമ്പോൾ യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം ഹാലേലൂയ ഇന്ത്യ വരേക്കും, നമ്മുടെ ഇന്ത്യയിലെല്ലാം സുവിശേഷം പരക്കാൻ തക്കവണ്ണം ഇടയായത് തോമസ് വന്നതുകൊണ്ടാണെന്ന് വേദപണ്ഡിതന്മാർ പറയപ്പെടുന്നു. സ്തോത്രം. അദ്ദേഹത്തിന്റെ അന്ത്യവും 4 പട്ടാളക്കാരുടെ കുന്തം കൊണ്ട് അദ്ദേഹം തന്നെ തറയ്ക്കപ്പെട്ട് തുടർന്നാണ് അദ്ദേഹം മരിച്ചത്. സ്തോത്രം. അതുപോലെ ഫിലിപ്പാണെങ്കിലും വടക്കേ ആഫ്രിക്കയിലും ഏഷ്യയിലൊക്കെ, ഏഷ്യ മൈനർ മുഴുവൻ സുവിശേഷം പ്രചരിപ്പിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. റോമൻ ഉദ്യോഗസ്ഥന്റെ ഭാര്യയോട് സുവിശേഷം അദ്ദേഹം പങ്കിട്ടപ്പോൾ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ വധിച്ചതായിട്ടാണ് വേദ പഠനങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. സ്തോത്രം. അതോടൊപ്പം നമുക്കറിയാം നികുതി പിരിവുകാരനായിട്ടുള്ള മത്തായി, സ്തോത്രം, യേശുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ പേർഷ്യയിലും അതുപോലെ തന്നെ എത്യോപ്യയിലൊക്കെയും യാത്ര ചെയ്ത് അദ്ദേഹത്തെയും അങ്ങനെ കുത്തി കൊലപ്പെടുത്തുന്നതൊക്കെയാണ് ഇടയായി തീർന്നത്. അതുപോലെ ബർത്തലോമായിയോ അതുപോലെ തോമസിനെയും നമുക്കറിയാം, അവര് ഇന്ത്യയിലോട്ടാണ് വന്നത്. സ്തോത്രം. അതുപോലെ അർമേനിയ, എത്യോപ്യ, അതുപോലെ തെക്കൻ അറേബ്യ, അങ്ങനെയുള്ള സുവിശേഷം പങ്കിടാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. അതുപോലെ അൽഫായുടെ മകനായ യാക്കോബ് താൻ സിറിയയിലുടനീളം ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അദ്ദേഹത്തെ കല്ലെറിഞ്ഞാണ് കൊല്ലാനിടയായി തീർന്നത്. പിന്നീട് തന്നെ കല്ലെറിഞ്ഞിട്ട് പിന്നീട് വടികൊണ്ട് അടിച്ചു കൊല്ലാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുപോലെ ശിമയോൻ പേർഷ്യയിലോട്ട് സുവിശേഷത്തെ കൊണ്ടുപോയി. അദ്ദേഹത്തിന് മരണമെന്ന് പറയുന്നത് സൂര്യദേവൻ അവിടുത്തെ ഒരു വിശ്വാസം അനുസരിച്ച് ബലി അർപ്പിക്കാൻ അദ്ദേഹം സമ്മതിക്കാതിരുന്നപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തെ വധിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഹാലിൽ നമുക്കറിയാം, യൂദായുടെ ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട മത്തിയാസ് എന്ന് പറയുന്ന വ്യക്തി സിറിയയിലൊക്കെയും അദ്ദേഹം സുവിശേഷം പങ്കിട്ടു. അവിടെ വെച്ച് അദ്ദേഹത്തെ ചുട്ടുകൊന്നു. സ്തോത്രം. ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ഒരു മരണം സംഭവിച്ച ഏക ശിഷ്യൻ യോഹന്നാൻ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഹാലേലൂയ. എന്നാൽ അദ്ദേഹത്തിന്റെ അവസ്ഥ നമുക്കറിയാം. വെളിപ്പാട് പുസ്തകത്തിലെ ശക്തമേറിയ ദൈവിക വെളിപ്പാടുകൾ ലഭിച്ച യോഹന്നാന്റെ അവസ്ഥ നമുക്കറിയാം. സിറിയയിൽ അദ്ദേഹം പത്മോസില് ഹാലയില് വലിയ ശിക്ഷാവിധിയിലോട്ട് താൻ കടന്നു പോകുവാനും അവിടെ വെച്ച് ശിക്ഷാ കോളനിയിലോട്ട് തന്റെ നാട് കടത്തപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു. സ്തോത്രം. ഹാലയില് പുതിയ നിയമത്തിലോട്ട് പിന്നീട് വരുമ്പോൾ, സ്തോത്രം, ഹാലയില് പൗലോസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അതിശക്തമായിട്ട് ക്രിസ്തുവിന് വേണ്ടി, സ്തോത്രം, എന്തുപേരുമായി തീരുവാൻ മറ്റു പലതും ചവറം നെണ്ണിക്കൊണ്ട് റോമിന് മുഴുവൻ കർത്താവിന്റെ നാമത്തെ ഉയർത്തി ഹാലയിലൂയ ശക്തമായ സുവിശേഷത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ മരണവും ശിരച്ഛേദം ചെയ്ത് തന്നെയും വധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. ഹാലയിലൂയ. അപ്പൊ അവിടെ നമ്മൾ 20-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. യേശു മറ്റു പലതും ചെയ്തു, അവയെല്ലാം എഴുതപ്പെടുന്ന പുസ്തകങ്ങൾ മുഴുവൻ ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതായത് യേശു ചെയ്ത എല്ലാ കാര്യങ്ങളെ കുറിച്ചും എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ പുസ്തകങ്ങള് തികയത്തില്ല. അത്രമാത്രം കാര്യങ്ങള്, സാധാരണവും അസാധാരണവുമായ വലിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സാധാരണക്കാരായവരിൽ കൂടെ അതിശക്തമായ ദൈവിക പ്രവർത്തികളെ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് അവർ ഉപയോഗിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. എങ്ങനെയാ? സ്തോത്രം. അവർ തനിയല്ല ചെയ്തത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിലോട്ട് കടന്നു വന്നപ്പോൾ, സ്തോത്രം, ഹാലലുയ, സ്തോത്രം, അവർ ജീവിച്ച കാലഘട്ടം, അവരുടെ മരണം എങ്ങനെയായി എന്നുള്ളതല്ല, കാരണം അവരതിനെ വലിയ വിലയേറിയതായിട്ട് കണ്ടില്ല. പക്ഷെ അവർ ജീവിച്ച ഓരോ നിമിഷങ്ങളും കർത്താവിന് അനുയായി എന്ന നിലവാരത്തില് ലോകത്തെ മാറ്റാൻ സംതിങ് കർത്താവിന് വേണ്ടി ഈ ലോകത്തിൽ ചെയ്തെടുക്കുവാനുള്ള ഒരു ലൈഫാണ് നമ്മുടെ ലൈഫ് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾ വരുമ്പോൾ, സ്തോത്രം, നമ്മുടെ ലൈഫ് ഏറ്റവും ആനന്ദകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. സ്തോത്രം. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. നാം നമ്മുടെ വിളിയെ മനസ്സിലാക്കുന്നുവെങ്കിൽ, ഹാലലൂയ, നമ്മളുടെ ദൈവം നമ്മെ വിളിച്ച അല്ലെങ്കിൽ ആ ദൈവിക പർപ്പസ് മനസ്സിലാക്കുന്നെങ്കിൽ, അതിൽ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ, സ്തോത്രം, ഹാലലൂയ, നമ്മുടെ നിത്യതയിലോട്ടുള്ള നമ്മുടെ ജീവിതത്തെ ഏറ്റവും സന്തോഷകരമായിട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ഇടയായി തീരും. സ്തോത്രം. ഈ പകൽക്കാലം ആ
ശിഷ്യന്മാരെ കുറിച്ച് ഞാൻ വിവരിച്ചു പറഞ്ഞത്. സ്തോത്രം. ദൈവത്തിനു വേണ്ടി ശക്തമായ വിശ്വസ്തയോടെ നിന്ന് അവരുടെ മരണത്തെ കുറിച്ച് നാം ചിന്തിപ്പാൻ ഇടയായിത്തീരുന്നു. പക്ഷേ അവർ ഈ ലോകത്തിലുണ്ടാക്കിയ ഇമ്പാക്റ്റിന്റെ ഫലമാണ് നാം ഓരോരുത്തരും ഇന്ന് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ. ഹാലേലൂയ, ഹാലേലൂയ. ജാതികളായ നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ സന്നിധി കടന്നു വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. നമ്മളെ പോലെ നമ്മുടെ ചുറ്റുപാട് അനേകർ കർത്താവിനെ അറിയാതെ, നമ്മുടെ കുടുംബത്തിലുള്ളവര്, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ കർത്താവിനെ അറിയാതെ ഇടയായിരിക്കുമ്പോൾ ഈ പൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോടുള്ള ചോദ്യം, നാം അറിഞ്ഞ വിശ്വാസത്തെ മറ്റുള്ളവരുമായി പങ്കിടുവാൻ നമുക്ക് ധൈര്യമുണ്ടോ? ഈ പകൽക്കാലം നമ്മൾ അതിന് ഒരുക്കമുള്ളവരാണോ? സ്തോത്രം. നമുക്ക് അതിനുള്ള ധൈര്യം വേണം. ധൈര്യമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിന്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ വേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ധൈര്യമാണ്. സ്തോത്രം. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാ നാണം പാടില്ല. ഒട്ടും ലജ്ജയുള്ളവരാകാൻ പാടില്ല. ധൈര്യവും സ്തോത്രം ലജ്ജയും ഇല്ല എങ്കിൽ ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ ഉപയോഗിക്കും. കാരണം ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ശക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവിനല്ല. ലജ്ജയുടെ ആത്മാവിനാലല്ല. സ്തോത്രം. അതുകൊണ്ട് ഈ പകൽക്കാലം നമ്മുടെ ലൈഫിനെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളായിരിക്കുന്ന ഒരു ഏരിയയിൽ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവിനെ കുറിച്ച് പറയുവാൻ, അല്ലെങ്കിൽ കർത്താവിന് വലിയൊരു സാക്ഷിയായിട്ട് നിൽക്കുക. ഈ ലോകത്തോട് ഞാൻ യേശുവിന്റെ സാക്ഷിയാന്ന് പറയുന്നതിൽ ഒട്ടും ലജ്ജിക്കാൻ ഇടയാവാതെ ധൈര്യത്തോടെ പറയുവാൻ തക്കമാണ്. കാര്യം നമ്മുടെ കൂടെ ഉള്ളവൻ ഈ ലോകത്തിലുള്ളവരെക്കാളും വലിയവനാന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ സ്തോത്രം, നമ്മുടെ ലൈഫ് അടിക്കടി മാറിക്കൊണ്ടിരിക്കും. സ്തോത്രം. ഈ ദൈവവചന സത്യങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തെളിയിച്ചു തരുമ്പോൾ സ്തോത്രം, മറ്റ് എന്തൊക്കെ നമുക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ കരയുന്നതൊന്നും നമുക്ക് വിഷയമാകത്തില്ല. സ്തോത്രം. ഹാലേലൂയ. നമ്മളുടെ ലൈഫ് കർത്താവിന് വേണ്ടി ഈ ലോകത്തെ മാറ്റിമറിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഉപയോഗിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്തോത്രം. ഒരു ജനറൽ മെസ്സേജ് ആണ് ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കേൾപ്പിക്കുന്നത് എനിക്കറിയാം. എന്നാൽ കൂടിയും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. സ്തോത്രം. ഹാലേലൂയ. ആ പദ്ധതിയിലോട്ട് കടന്നു വരുവാൻ, നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാർ. ഒരുപക്ഷെ നിങ്ങൾ ഒരു ചെറിയ അനുസരണമായിരിക്കാം. കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങളെ നിങ്ങളിലൂടെ, നിങ്ങളുടെ തലമുറകളിലൂടെ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നാം ആരും നിസ്സാരക്കാരല്ല. ഹാലേലൂയ. പൗലോസിനെയും മാത്യുവിനെയും ഫിലിപ്പിനെയും ആൻഡ്രൂവിനെയും ഒക്കെ വിളിച്ച ദൈവമാ നമ്മളെയും വിളിച്ചത്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ആരും നിസ്സാരരല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിപ്പാൻ, പരിശുദ്ധാത്മാവ് പറയുന്നതിനെ അനുസരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ പകൽക്കാലം കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പകൽക്കാലം പരിശുദ്ധാത്മാവ്